പാരഡൈസ് ഒരു ശ്രീലങ്കൻ ഫിലിം മേക്കർ ഡയറക്ട് ചെയ്ത മൂവിയാണ്. ഓൾറെഡി ഈ ഒരു സിനിമ IFFK റിലീസായി ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ വന്നായിരുന്നു. ഇപ്പോൾ മൂവി തിയേറ്റർ റിലീസ് ആയിട്ടുണ്ട്, ഞാൻ കണ്ടായിരുന്നു. സിനിമയെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം എടുത്തു പറയാം. ദിസ് മൂവി ഈസ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. കാരണം കൊമേഴ്ഷ്യലി നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്ന ഒരു എലമെന്റ് പോലും ഈ സിനിമയിലില്ല. സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഒരു സോങ് പോലും സിനിമയിലില്ല. പക്ഷേ ഈ ഒരു മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ഓരോ സീക്വൻസും ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. നല്ല രീതിക്ക് ഈ സിനിമ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ആ ഒരു സ്റ്റോറി ലൈൻ ആയാലും ക്യാരക്ടേഴ്സ് ആയാലും അവരുടെ സിറ്റുവേഷൻസ് ആയാലും അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആയാലും അല്ലെങ്കിൽ ആ സറൗണ്ടിങ്സ് എല്ലാം ആ സിനിമയിൽ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് എന്ന മൂവിയാണ്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഒരു മലയാളി കപ്പിൾ അവരുടെ 5 year ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് ശ്രീലങ്കയിലോട്ട് പോകും. ഇവർ പോകുന്നതിന് കുറച്ച് കാലം മുമ്പാണ് മറ്റേ ശ്രീലങ്കയിൽ ബാങ്ക്രപ്റ്റും മറ്റേ കെയോസും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം, കുറച്ച് കാലം മുമ്പ് നടന്നൊരു സിറ്റുവേഷനാണ്. സോ ആ ഒരു ടൈമിലാണ് ഈ ഒരു കപ്പിൾ ഇവർ ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് ആ ഒരു ശ്രീലങ്കയിലോട്ട് പോകുന്നത്. സോ അവിടെ പോയതിനു ശേഷം ഇവർ ഒരു പ്രോബ്ലത്തിൽ അകപ്പെട്ടു പോകും. സോ ആ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ഇവർ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നതാണ് ഈ സിനിമ സംസാരിക്കുന്ന ഒരു നല്ല പ്രസന്റേഷനാണ് മൂവി. ആ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ആ ഓരോ ക്യാരക്ടേഴ്സിന്റെയും അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസും അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും അല്ലെങ്കിൽ അത് എങ്ങനെ ഓവർകം ചെയ്യും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസും എല്ലാം നല്ല രീതിക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് സിനിമ സംസാരിക്കുന്നുണ്ട്. ആകെ ഒരു 1.5 മണിക്കൂർ സിനിമയേ ഉള്ളൂ. ആ ഒരു 1.5 മണിക്കൂറിൽ നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും, അതായത് അനാവശ്യമായിട്ട് ഒന്നും ആ ഒരു 1.5 മണിക്കൂർ അനാവശ്യമായിട്ടുള്ള ഒന്നും ആഡ് ചെയ്യാതെ ആ ഓഡിയൻസിന് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ലൈൻ എന്താണ് ഇമ്പോർട്ടൻസ്, എന്തൊക്കെ സീക്വൻസ്, എങ്ങനെ ഡയലോഗ്സ് ആയിരിക്കാം, ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ആയിരിക്കും, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ സിനിമ സംസാരിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ദിസ് മൂവി ഈസ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. കാരണം ഒരു കൊമേഴ്ഷ്യലി എന്റർടൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പൈബിൾ ഇങ്ങനെ പോകാൻ പറ്റിയ ഒരു മൂവി അല്ല. ഭയങ്കര സ്ലോ പീസിലാണ് സിനിമ സംസാരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ ആയാലും അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആയാലും ആ ഒരു ഓവർകം ചെയ്യുന്നതായാലും ചിലപ്പോൾ ഡയലോഗ്സ് ആയാൽ പോലും നമ്മളൊക്കെയാണ് ആ ഒരു സിറ്റുവേഷനിൽ അകപ്പെട്ടു പോയി നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്ന ആ സിറ്റുവേഷൻ അതേ രീതിയിലാണ് ആ ക്യാരക്ടേഴ്സ് ഒക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സിറ്റുവേഷനൊക്കെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു മൂവിയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റെഫറൻസ് ചെയ്തിരിക്കുന്ന രാമായണമാണ്. അതായത് രാമനും സീതയും രാവണനും ഹനുമാനും രാവണനും സീതയെ കൊണ്ടുവരുന്നതും സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ആ രാമായണത്തിലുള്ള ആ ഒരു സ്റ്റോറി ലൈൻ. സോ അതിന്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമയിലെ ക്യാരക്ടേഴ്സും സിറ്റുവേഷൻസ് ഒക്കെ പ്രസന്റ് ചെയ്യുന്നത്. ഈ ഒരു സിനിമയിൽ എനിക്ക് മെയിൻലി ഹൈലൈറ്റ് ചെയ്ത് പറയാൻ തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ സ്ക്രീൻ പ്ലേയും ആ ഒരു മൂവിയുടെ മേക്കിങ്ങും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. ഈ ഒരു 3 കാര്യങ്ങളും അടിപൊളിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാമായണം കോൺസെപ്റ്റിലാണ് ഈ ഒരു മൂവിയുടെ ക്യാരക്ടർ പ്രസന്റേഷനും ആ ഒരു സ്റ്റോറി ലൈനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് ആ ഒരു സ്ക്രീൻ പ്ലേയിൽ ഈ ഒരു ക്യാരക്ടേഴ്സിന്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസും അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കൂടെ തന്നെ ആ ഒരു ശ്രീലങ്കയിൽ നടക്കുന്ന ആ ഒരു കെയോസ് ടൈമിലുള്ള സിറ്റുവേഷൻസും അവിടുത്തെ പൊളിറ്റിക്സും അല്ലെങ്കിൽ അവിടുത്തെ പ്രോബ്ലംസും, അതായത് ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ സംസാരിച്ചു വന്നു. നമ്മൾ ചിലപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വലുതായിട്ടും തോന്നൂലെങ്കിലും ജസ്റ്റ് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു കെയോസ് സിറ്റുവേഷന്റെ കാരണം ബാങ്ക്രപ്റ്റ് മാത്രമല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ സിനിമയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിച്ചു പോകുന്നുണ്ട്. ആൻഡ് മേക്കിങ്ങിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു മൂവി സിനിമാറ്റോഗ്രഫി ആൻഡ് എഡിറ്റിംഗ് എല്ലാം അടിപൊളിയാണ്. ഒരുപാട് കിടിലം ഫ്രെയിംസ് ഉണ്ട്, ഒരുപാട് കിടിലം നൈസ് ആയിട്ടുള്ള ഷോർട്സ് ഉണ്ട്. ആൻഡ് എഡിറ്റിംഗ് ആയാലും പോലും സീൻ ടു നെക്സ്റ്റ് സീൻ എന്നൊക്കെ പറയുന്നത് പെർഫെക്റ്റ് ആണ്. നമ്മളിങ്ങനെ ആ ഒരു ഫ്ലോയിലങ്ങ് പോകും. ആ ഒരു നൈസ് ആയിട്ടുള്ള എഡിറ്റിംഗ് ആണ് ഈ ഒരു മൂവിയിൽ വന്നിരിക്കുന്നത്. ആൻഡ് ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും റോഷനായാലും ദർശനയും രണ്ടുപേരും അടിപൊളി എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടേഴ്സിനെ അവർ നൈസ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അവർ മാത്രമല്ല ഈ ഒരു മൂവിയിൽ വന്നു പോകുന്ന മറ്റുള്ള എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്ക്രീൻ സ്പേസ് എന്താണോ അത് അവർ വളരെ നൈസ് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ ഒരു കാര്യം എടുത്തു പറയാം, ദിസ് മൂവി ഈസ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. ഓവറോൾ ഈ ഒരു മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു മൂവിയുടെ കോൺസെപ്റ്റ് ആയാലും സ്റ്റോറി ടെല്ലിംഗ് ആയാലും പ്രസന്റേഷൻ ആയാലും ക്വാളിറ്റി ആയാലും എല്ലാം നല്ല രീതിക്ക് തന്നെ എനിക്ക് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. സോ എന്തായാലും മൂവി കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.